ഹലോ ഗായ്സ്, എന്റെ ഐസോമ എത്തിയിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഒരു ഇറച്ചിപ്പുട്ട് തിന്നണമെന്നുള്ളൊരു ആഗ്രഹം എന്റെ ഐസോമാനോട് പറഞ്ഞിട്ടാകുമ്പോ ഐസോമ പറഞ്ഞു അതിനെന്താ ഇതാ ബന്ധം ഒരിക്കൽ നോക്കിയില്ല. ഇതാ ഇറച്ചിപ്പുട്ട് റെഡിയാക്കുന്നുണ്ട്. നോക്കിയില്ല, അതിനുള്ള ഇറച്ചിയുടെ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉള്ളി കായ്ക്കുന്നുണ്ട്. ഇവിടെ നോക്കില്ല, പലതരം പിന്നെ പിട്ടുപൊടി, അതുപോലെ തന്നെ ഇതാ പലതരം ഗരം മസാല, തക്കാളി, ഉള്ളി. ഇനി കീമാന്റെ പീസ് തന്നെ വേണ്ടത് പുട്ടിന്. ഇറച്ചി പുട്ടാക്കുന്നെങ്കിൽ വലിയ കഷ്ണാക്കാൻ കഴിയാല, കീമാന്റെ പീസ് ആക്കണം. കീമാന്റെ പീസ് ആക്കിയിട്ട് തമരപ്പൊടി ആക്കിയിട്ട് ഇടണം. ഇതിലേക്ക് നേരെ തേങ്ങ ഇടുകയാണ്. ആദ്യം ഇറച്ചിയിട്ട് പുട്ടിന്റെ പൊടിയിട്ട് ഐസോമാന്റെ പുട്ടിതാ ആവി വന്നല്ലോ, പുട്ടിന് ആവി വന്നല്ലോ. ഐസോമ പുട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഐസോമാന്റെ പുട്ടിതാ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കണം അല്ല, അപ്പൊ പൊള്ളുന്ന ഐസോമ നല്ല തട്ടല്ല. യെസ്, നോക്കി നോക്കിക്കോളൂ ഗൈസ്. കണ്ടില്ല ഗൈസ്, ഐസുമാന്റെ പിട്ടി ഇതാ ആവി വന്നല്ലോ, ഇതാ ആവി വന്നല്ലോ. നോക്കിയത് ഗൈസ്, ഇതാ നോക്കിയത് ഗൈസ്. അടിപൊളിയായി ഐസോമ, അടിപൊളിയായി. ഇങ്ങനല്ല, ഇത് നമ്മളെ സാധാരണ പുട്ട് പോലെ തന്നെയല്ല, പച്ചമുളകിന്റെ എല്ലാം ഒരു സ്വാദിയിൽ വരുന്നുണ്ട് ഗൈസ്. യെസ്, നോക്കിയത് ഗൈസ്. ഇതാ അപ്പൊ ഇത് കട്ടാക്കിയല്ല ഐസോമ. അപ്പൊ ഗൈസ് നോക്കിയതാ ഇറച്ചിപ്പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കാം. മാഷാ അല്ലാഹ്. ഐസോമ എങ്ങനെ ഐസോമ ഈരപ്പൊടി ആക്കണ്ടല്ല. യെസ് ദാ ഐസോമ പറയുന്നതാ രീതി വേറെയാണ്. ഇതാ കണ്ടില്ലേ ഗൈസ്, ഇതാ ഇപ്പൊ നോക്കോ പുട്ടും ഇതാ 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 നോക്കിയതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക്. ഐസോമ എന്ത് വാങ്ങ ഐസോമ ഇത്. അപ്പൊ ഗൈസ് നിങ്ങളും ട്രൈ ചെയ്തോ, അടിപൊളിയാണ് ഇറച്ചിപ്പുട്ട്.